empowering women in Christ. ഹല്ലേലൂയ. ഷെഖേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രശില്ല പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രചോദനമായി, നമുക്ക് പഠിക്കാനായി നമ്മുടെ കർത്താവ് പരിശുദ്ധ ബൈബിളിൽ നൽകിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ കുറിച്ച് നമ്മൾ പഠിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് മക്കബായരുടെ 2-ാം പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന ഒരമ്മയെ കുറിച്ചായിരുന്നു. തന്റെ 7 ആൺമക്കളെയും രക്തസാക്ഷിത്വത്തിലേക്ക് ഒരുക്കി അയക്കുന്ന ശ്രേഷ്ഠയായ ഒരു വിശ്വാസധീരയായ ഒരു അമ്മയെ കുറിച്ച് നമ്മൾ ആ അമ്മയിൽ നിന്നും കുറെ കാര്യങ്ങൾ കാണുകയുണ്ടായി. ആ അമ്മയുടെ ശ്രേഷ്ഠമായ വിശ്വാസദാർഢ്യത്തെ, വീരോചിതമായ പുരുഷോചിതമായ ധീരതയെ, സ്ത്രീ സഹജമായ വിവേചന ശക്തിയെ, എല്ലാറ്റിലും ഉപരി കർത്താവിലുള്ള അവളുടെ ആ ഒരു പ്രത്യാശയെ, ഇതെല്ലാം നമ്മൾ പഠിച്ചു. ആ അമ്മ എപ്രകാരം തന്റെ മക്കൾക്ക് ഇതെല്ലാം പകർന്നു കൊടുക്കുന്നതിൽ വിജയിച്ചു എന്ന് നമ്മൾ കണ്ടു. സങ്കീർത്തകനായ ദാവീദ് 119-ാം സങ്കീർത്തനം 34-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ അങ്ങയുടെ പ്രമാണം പാലിക്കാനും പൂർണ്ണ ഹൃദയത്തോടെ അതനുസരിക്കാനും വേണ്ടി എനിക്ക് അറിവ് നൽകണമേ. ദാവീദ് രാജാവ് കർത്താവിന്റെ കൽപ്പനകളും നിയമങ്ങളും പൂർണ്ണ ഹൃദയത്തോടെ പാലിക്കാൻ, ആ ഒരു കൃപ ലഭിക്കാനുള്ള അറിവിനായിട്ടാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ നിയമങ്ങളെ അവൾ ഒത്തിരിയേറെ വിലമതിച്ചിരുന്നു. പൂർണ്ണ ഹൃദയത്തോടെ അത് അവൾ അനുസരിച്ചിരുന്നു. അതിനുള്ള അറിവ്, ആ ഒരു വിവേകം, ജ്ഞാനം ആ അമ്മ പ്രാപിച്ചിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇതേ കൃപയ്ക്കായി, ഈ ഒരു അഭിഷേകത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കാനുള്ള ആ ഒരു അറിവ് പൂർണ്ണ ഹൃദയത്തോടെ, സന്തോഷത്തോടെ, അതെല്ലാം പൂർണ്ണമായും അതിനോട് ചേർന്ന് നിൽക്കുവാനുള്ള, കർത്താവിന്റെ നിയമങ്ങളെ നെഞ്ചിലേറ്റുവാനുള്ള ആ ഒരു വലിയ അഭിഷേകം, അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷകളെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്കതെല്ലാം കൃത്യമായി ഗ്രഹിക്കുവാൻ, അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് വരണമേ, ഞങ്ങൾക്ക് അറിവ് പകരണമേ, ജ്ഞാനം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നാലും നാഥാ ആത്മാവിനെ ആശ്വാസദായകനേ, പരിശുദ്ധാത്മാവേ തന്നാലും നാഥാ നിൻ ജീവനേ നിത്യസഹായകനേ, പരിശുദ്ധാത്മാവേ വരണമേ. തന്നാലും നാഥാ ആത്മാവിനെ ആശ്വാസദായകനേ, ഹല്ലേലൂയ. തന്നാലും നാഥാ നിൻ ജീവനേ നിത്യസഹായകനേ. പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ദൈവകൽപ്പനകൾ പാലിക്കാൻ, പൂർണ്ണ ഹൃദയത്തോടെ അതനുസരിക്കാനുള്ള കൃപ, ആ ഒരു അഭിഷേകം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനമായി, അറിവായി ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
അതുപോലെ അഭിഷേകം ചെയ്യണമേ. നിത്യസഹായകനായി ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ കൃപാവരങ്ങൾ വെളിപ്പെടുത്തുന്നവരായി ഞങ്ങൾ ഓരോരുത്തരും മാറുവാൻ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഔസേപ്പിതാവേ, തിരുക്കുടുംബത്തിന്റെ പാലക, ഞങ്ങളുടെ കുടുംബങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു മുമ്പോട്ട് പോകുവാൻ ആ ഒരു വലിയ അഭിഷേകം ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ലഭിക്കുവാൻ ഔസേപ്പിതാവേ പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്നു മുതൽ ചിന്തിക്കുവാനും പഠിക്കുവാനുമായി പോകുന്നത് സൂസന്നയെ കുറിച്ചാണ്. നമുക്കറിയാം, പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും സൂസന്നയുണ്ട്. പുതിയ നിയമത്തിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവിനെ അനുഗമിച്ച സ്ത്രീകളുടെ കൂടെ ഒരു സൂസന്നയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കുവാനായി ആരംഭിക്കുന്നത് പഴയ നിയമത്തിലെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന സൂസന്നയെ കുറിച്ചാണ്. നമുക്കറിയാം, സൂസന്നയുടെ ആ ചരിത്രമൊക്കെ കർത്താവ് വളരെ അത്ഭുതകരമായി ദാനിയേൽ പ്രവാചകന് ജ്ഞാനം പകർന്നു നൽകിക്കൊണ്ട് സൂസന്നയുടെ മേൽ വന്ന ആ ഒരു തെറ്റായ വിധി, അതിൽ നിന്നും അവളെ രക്ഷിക്കുകയാണ്. അവളുടെ പരിശുദ്ധി, അവളുടെ സത്യസന്ധത എത്രമാത്രമാണെന്ന് അവിടെ തെളിയിക്കപ്പെടുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത് സൂസന്നയുടെ ജീവിതത്തിലൂടെ കർത്താവ് നാം ഓരോരുത്തരോടും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഇത്രയും വലിയൊരു പ്രശ്നം ഒരു കുടുംബം നേരിടുമ്പോൾ ആ കുടുംബം എത്രമാത്രം തകർന്നു പോകുമെന്ന്. ഇങ്ങനൊരു പ്രശ്നത്തിലായിരിക്കുമ്പോൾ എങ്ങനെയാണ് ആ പ്രശ്നത്തെ കർത്താവിൽ ആശ്രയിച്ച് അവർ അതെല്ലാം തരണം ചെയ്തതെന്ന് പലരുടെ ഉദാഹരണത്തിലൂടെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ്. സൂസന്നയുടെ ഈ സംഭവം പറയുന്ന ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കർത്താവിനോടുള്ള നമ്മുടെ ആ ഒരു ബന്ധം, ആ ബന്ധം എപ്രകാരമാണെന്ന് 2 വ്യത്യസ്ത മുഖങ്ങളിൽ കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ 2 തരം ആൾക്കാരെ നമുക്ക് കാണുവാനായി സാധിക്കും. ഒന്നാമതായി നമുക്ക് 13-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. ആ കൊല്ലം ജനത്തിന്റെ ഇടയിൽ നിന്ന് 2 ശ്രേഷ്ഠന്മാർ ന്യായാധിപന്മാരായി നിയമിക്കപ്പെട്ടു. അവരെപ്പറ്റി കർത്താവ് അരുൾ ചെയ്തിരുന്നു. ബാബിലോണിൽ നിന്ന് ജനത്തെ ഭരിക്കേണ്ടവരും ന്യായാധിപന്മാരുമായ ശ്രേഷ്ഠന്മാരിൽ നിന്ന് അകൃത്യം പുറപ്പെട്ടു. ഇവിടെ 2 ശ്രേഷ്ഠന്മാരെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അവർ കർത്താവിന്റെ ജനത്തിന്റെ ന്യായാധിപന്മാരായി അപ്പോയിന്റ്മെന്റ് ലഭിച്ചവരാണ്. വളരെ ശ്രേഷ്ഠമായ ഉന്നതമായ ഒരു പദവി അന്നത്തെ സമൂഹത്തിൽ കർത്താവ് നൽകിയവരാണ്. എന്നാൽ അവരുടെ കർത്താവുമായുള്ള ബന്ധം, അവരുടെ ആ ഒരു മനോഭാവത്തെ കുറിച്ച് പരിശുദ്ധ വചനം വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 13-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അവർ വിവേകശൂന്യരായി ദൈവവിചാരവും ധർമ്മബോധവും കൈവെടിഞ്ഞു. ഇവിടെ അവരെ കുറിച്ച് പരിശുദ്ധ വചനം വ്യക്തമായി പറയുകയാണ്. അവർ വിവേകശൂന്യരായി ദൈവവിചാരവും ധർമ്മബോധവും കൈവെടിഞ്ഞു. ഇവിടെ 3 കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കർത്താവ് നമ്മളോട് ആദ്യം തന്നെ എന്താ പറഞ്ഞു തരുന്നേ? അവർ വിവേകശൂന്യരായി മാറുകയാണ്. നമ്മൾ ചിന്തിക്കണം, ന്യായാധിപന്മാരാണ്, സമൂഹത്തിലെ ശ്രേഷ്ഠന്മാരാണ്, കർത്താവിനാൽ വിളി ലഭിച്ചവരാണ്. എന്നാൽ അവർ വിവേകശൂന്യരായി തീരുകയാണ്. നമ്മൾ അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ വായിക്കുമ്പോൾ
they suppressed their conscience എന്നാ പറയുന്നേ. അവർ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം അവരുടെ ആ സുബോധത്തെ അടിച്ചമർത്തി എന്നാ പറയുന്നത്. വിവേകശൂന്യത എന്ന് പറയുന്നത് അവർ ബോധപൂർവം അവരുടെ ലൈഫിലേക്ക് ഉൾക്കൊണ്ട ഒരു കാര്യമായിരുന്നു. വിവേകശൂന്യതയോടെ അവർ പെരുമാറാൻ തീരുമാനിക്കുകയായിരുന്നു. നല്ലതിനെ വേണ്ട എന്നവർ പറയുകയായിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 21-ാം വാക്യം ഈ കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടി ക്ലാരിറ്റി നമുക്ക് നൽകുന്നുണ്ട്. തിരുവചനം നമുക്ക് ശ്രദ്ധിക്കാം. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ, കർത്താവ് പറയുകയാണ്, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. പരിശുദ്ധ വചനം വളരെ വ്യക്തമായി പറയുകയാണ്, നമ്മുടെ ജീവിത യാത്രയിൽ നമ്മൾക്ക് തെരഞ്ഞെടുപ്പുകൾ എടുക്കേണ്ട സമയങ്ങളിൽ ഇങ്ങനെ വ്യക്തമായ ഒരു സ്വരം കർത്താവ് നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. നമ്മുടെ കോൺഷ്യൻസിൽ, നമ്മുടെ സുബോധത്തിൽ അത് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇവിടെ ഈ ന്യായാധിപന്മാർ ആ ഒരു സ്വരത്തെ അവർ അവഗണിക്കുകയാണ്, അത് റിജക്റ്റ് ചെയ്യുകയാണ്. ആ ഒരു കോൺഷ്യസിനെ അവർ സപ്രസ് ചെയ്യുകയാണ്. എന്നിട്ട് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് അവർ മുൻപോട്ട് പോവുകയാണ്. അതാണ് വിവേകശൂന്യരായി അവർ തീർന്നു. തുടർന്ന് രണ്ടാമതായി അവരെ കുറിച്ച് പരിശുദ്ധ വചനം എന്താ പറയുന്നേ? അവർ ദൈവവിചാരം കൈവെടിഞ്ഞു എന്നതിന്റെ ഇംഗ്ലീഷ് വേർഷനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, അവർ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു. കർത്താവിനെ നോക്കി മുന്നോട്ട് പോകുന്നതിൽ നിന്ന് അവർ പിന്തിരിയുകയാണ്. ആ ഒരു സ്വഭാവം അവർ കൈവെടിയുകയാണ്. ദൈവവിചാരത്തോടെ ജീവിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. ഒന്നാമതായി നമ്മൾ കണ്ടു, വിവേകശൂന്യമായി ജീവിക്കാൻ അവർ തീരുമാനിക്കുകയാണ്. പിന്നീട് ഇവിടെ പറയുകയാണ്, ദൈവവിചാരം അവർ കൈവെടിഞ്ഞു. മൂന്നാമത് പറയുന്നുണ്ട്, ധർമ്മബോധം അവർ കൈവെടിഞ്ഞു. ന്യായാധിപന്മാരായ അവരെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ നീതി നടപ്പിലാക്കുക എന്നത് അവരുടെ ഉത്തരവാദിത്വമായിരുന്നു. എന്നാൽ ആ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർ പിന്മാറുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 3 കാര്യങ്ങളും അവർ ഇന്റൻഷനലി ചെയ്യുന്നതാണ്. അതെല്ലാം അവർ സ്വമേധയാ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളാണ്. അതിന്റെ മേലാണ് കർത്താവിന് വിഷമം വരുന്നത്. കർത്താവ് നമുക്ക് ആ ഒരു ചോയ്സ്, എന്തും തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകിയപ്പോൾ വേണ്ട വിധം അത് ഉപയോഗിച്ചില്ലെങ്കിൽ കർത്താവിനെ അത് ഒത്തിരിയേറെ വിഷമിപ്പിക്കും. ദൈവവിചാരം വേണ്ടെന്ന് വെച്ച് അവർ സുഖമായി പോവുകയാണ്. പിന്നെ കർത്താവിന്റെ നിയമങ്ങൾ അവർക്ക് ബാധകമല്ല, യാതൊരു റെസ്ട്രിക്ഷൻസും അവർക്കില്ല. സൂസന്നയെ കാണുമ്പോൾ അവർക്ക് തോന്നിയ ഒരു വികാരം, അത് അവർ താലോലിച്ച് പാപത്തിലേക്ക് പോവുകയാണ്. ദൈവവിചാരത്തോടെ, വിവേകത്തോടെ ആ സാഹചര്യത്തെ അവർ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു അപകടം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ലായിരുന്നു. കർത്താവിലേക്ക് നോക്കുന്നതിൽ നിന്ന്, സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നതിൽ നിന്ന് അവർ പിന്തിരിയുകയാണ്. അതൊക്കെ അവർ വേണ്ട എന്ന് വെക്കുകയാണ്. എന്നാൽ ഇതേ സമൂഹത്തിൽ തന്നെ മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് 13-ാം അധ്യായം അവിടെ 22-ാം വാക്യത്തിലേക്ക് ഒന്ന് വരാം. സൂസന്ന നെടുവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞു. ഇവിടെ നമ്മൾ സൂസന്നയെ കുറിച്ചാണ് പറയുന്നത്. സൂസന്ന നെടുവീർപ്പെട്ട് പറഞ്ഞു, എല്ലാ തരത്തിലും ഞാൻ അകപ്പെട്ടു. ഈ 2 ന്യായാധിപന്മാർ സൂസന്നയുടെ അടുക്കൽ തെറ്റ് ചെയ്യുവാനായി വന്ന് അത് ചെയ്തില്ലെങ്കിൽ, പാപം ചെയ്യാൻ അവരുടെ കൂടെ കൂടിയില്ലെങ്കിൽ അവളെ വലിയ രീതിയിൽ അപമാനിക്കും എന്ന് പറയുമ്പോൾ സൂസന്നയുടെ റെസ്പോൺസ് ആണ് നമ്മൾ കേൾക്കുന്നത്. എല്ലാ രീതിയിലും ഞാൻ അകപ്പെട്ടു. ഞാൻ സമ്മതിച്ചാൽ അതെന്റെ മരണമാണ്. അത് എന്റെ മരണമാണ്. സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. തുടർന്ന് തിരുവചനം പറയുകയാണ്, കർത്താവിന്റെ മുൻപിൽ പാപം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് വഴങ്ങാതെ നിങ്ങളുടെ പിടിയിൽ പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇവിടെ കർത്താവിനെ വേദനിപ്പിക്കാൻ, കർത്താവിന്റെ നിയമം ലംഘിച്ച് ആ പാപം ചെയ്യാൻ സൂസന്ന തയ്യാറാകുന്നില്ല. ദൈവവിചാരത്തോടെ കർത്താവിന്റെ നിയമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് അതിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു സൂസനയെ നമ്മൾ കാണുന്നേ. അല്ലെങ്കിൽ അവർ ഭീഷണിപ്പെടുത്തിയതുപോലെ വലിയ ഒരു അപമാനകരമായ ജീവിതമോ ഇതൊന്നുമല്ല. കർത്താവിന്റെ മുൻപിൽ തന്റെ നിലപാട്,
കർത്താവ് നോക്കുമ്പോൾ ഉള്ള തന്റെ ആ ഒരു സ്റ്റാൻഡ്, അതാണ് സൂസന്നയ്ക്ക് പ്രാധാന്യമുള്ളത്. അതിനനുസരിച്ചാണ് അവൾ തീരുമാനമെടുക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, വളരെ വിവേകത്തോടെ ദൈവവിചാരത്തോടെ സൂസന്ന പ്രവർത്തിക്കുകയാണ്. നമ്മൾ ആദ്യം കണ്ട ആ 2 ന്യായാധിപന്മാർക്ക് നേർ വിപരീതമായി ഇവിടെ സൂസന്നയെ നമ്മൾ കാണുകയാണ്. തുടർന്ന് നമ്മൾ വരുമ്പോൾ 35-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവൾ കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി. അവൾ കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി. അവൾ കർത്താവിൽ ആശ്രയം അർപ്പിച്ചു. അവൾ കർത്താവിൽ ആശ്രയം അർപ്പിച്ചു. പരിശുദ്ധ വചനം വ്യക്തമായി സൂസന്നയുടെ നിലപാട് ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. അവർ പറഞ്ഞ യാതൊന്നിനും വഴങ്ങിയില്ല. അതിനെല്ലാം എതിരെ വളരെ ശക്തിയോടെ അവൾ നിൽക്കുന്നുണ്ട്. തുടർന്ന് അവൾ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുകയാണ്. നമ്മൾ കണ്ടു, ന്യായാധിപന്മാര് അവര് 2 പേരും സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നതിൽ നിന്ന് സ്വയം പിന്തിരിഞ്ഞു എന്ന് നമ്മൾ കണ്ടു. ഇവിടെ സൂസന്ന സഹായത്തിനായി കർത്താവിലേക്ക് നോക്കുകയാണ്, സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുകയാണ്. അവളുടെ ആശ്രയം കർത്താവിലാണെന്ന് അവൾ ഏറ്റു പറയുകയാണ്. 2 തരം ജീവിതങ്ങളെ, 2 തരം മനോഭാവങ്ങളെ കർത്താവ് നമ്മുടെ മുൻപിൽ കൊണ്ടുവരികയാണ്. നമ്മൾ ശരിക്കും ചിന്തിക്കണം, നമ്മുടെ മനോഭാവം ഇതിലേതാണ്? ഒറ്റ വാക്കിൽ നമ്മൾ കർത്താവിനെ റിജക്റ്റ് ചെയ്യുന്നില്ലായിരിക്കാം. എന്നാൽ പരിശുദ്ധ വചനം പറയുന്ന നിയമങ്ങൾ അനുസരിക്കാൻ വില കൊടുക്കുന്നവരാണോ നമ്മൾ? നമ്മൾക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിൽ നിന്നും വിവേകം ഉൾക്കൊണ്ടുകൊണ്ട്, ജ്ഞാനം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സൂസന്ന ഇന്ന് നമ്മളോട് പറയുന്നത് ഇതാണ്. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി കർത്താവിൽ ആശ്രയിക്കുന്നവരായി നാം ഓരോരുത്തരും മാറണം. ഈ ഒരു വലിയ പ്രതിസന്ധി സമയത്ത് മറ്റാരുടെയും സഹായത്തിനായി അവൾ ഓടുന്നില്ല, ആരുടെയും കാല് പിടിക്കാൻ അവൾ നടക്കുന്നില്ല. അവൾ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി എന്നാ പരിശുദ്ധ വചനം പറയുന്നേ. അവളുടെ ആശ്രയം കർത്താവിൽ അർപ്പിച്ചു എന്നാ പറയുന്നേ. അതിന്റെ ഫലം എന്തായി? 13-ാം അധ്യായം 44-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കർത്താവ് അവളുടെ നിലവിളി കേട്ടു. കർത്താവ് അവളുടെ നിലവിളി കേട്ടു. ആ നിലവിളിക്ക്, ആ ഒരു കർത്താവിലേക്കുള്ള നോട്ടത്തിന് ഉത്തരം എന്നോണം ദാനിയേൽ പ്രവാചകനെ അങ്ങോട്ട് അയക്കുകയാണ്. ആ ഒരു വലിയ പ്രശ്നം വളരെ സിമ്പിളായി ജ്ഞാനത്താൽ നിറഞ്ഞ് ദാനിയേൽ പ്രവാചകൻ അതിന് തീർപ്പ് കൽപ്പിക്കുകയാണ്. ഇതിന്റെ എല്ലാം ബേസ് എന്താണ്? സൂസന്ന കർത്താവിൽ അടിപതറാതെ ഉറച്ചു നിൽക്കുകയാണ്. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കി ദൈവവിചാരത്തോടെ അവൾ നിൽക്കുകയാണ്. ഇതേ ഒരു അവസ്ഥ തന്നെ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ പൂർവ്വ ജോസഫിലും കാണുവാനായി സാധിക്കും. ഒത്തിരിയേറെ പ്രഷറുകൾ വന്നപ്പോഴും, സാഹചര്യങ്ങളെല്ലാം എതിരായി വന്നപ്പോഴും ജോസഫ് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. കർത്താവിന്റെ മുൻപിൽ അവൻ ഏറ്റു പറയുന്ന ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 9-ാം വാക്യത്തിന്റെ അവസാന ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക. കർത്താവിനെതിരെ പാപം ചെയ്യാൻ ഒരു അവസരം വന്നപ്പോൾ ഇവിടെ ജോസഫ് ചിന്തിക്കുകയാണ്. അവൻ അതിന് സാധിക്കുന്നില്ല. ആ തെരഞ്ഞെടുപ്പ്, ആ ഒരു ചോയ്സ് അവൻ എടുക്കുകയാണ്. കർത്താവിനെതിരായി ഇത്ര നീചമായി പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. കർത്താവിന്റെ നിയമങ്ങൾക്കെതിരായി നിൽക്കാൻ എനിക്ക് സാധിക്കുകയില്ല. കർത്താവ് എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്ന നിലപാടുകൾക്ക് എതിരെ നിൽക്കാൻ എനിക്ക് സാധിക്കുകയില്ലെന്ന് പൂർവ്വ ജോസഫും സൂസനയും എല്ലാം ഇവിടെ വിളിച്ചു പറയുകയാണ്. നാം ഓരോരുത്തർക്കും വലിയൊരു പാഠമാണ് ഇത് നൽകുന്നത്. നമുക്കറിയാം മരിയ ഗൊരേത്തിയുടെ ആ സംഭവങ്ങളൊക്കെ. അവിടെ മരിയ ഗൊരേത്തിയും എന്താ ചെയ്യുന്നേ? പാപത്തേക്കാൾ മരണം തെരഞ്ഞെടുക്കുകയായിരുന്നു. ആ ഒരു ചെറു പ്രായത്തിൽ തന്നെ അതിന്റെ എല്ലാം പ്രാധാന്യം അവൾ മനസ്സിലാക്കിയിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, തെരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ എപ്പോഴും കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പ് നമ്മൾ ഓരോ തവണ എടുക്കുമ്പോഴും വളരെ ശ്രദ്ധയോടെ വേണം. നമ്മൾ വിവേകത്തോടെയാണോ, ദൈവവിചാരത്തിൽ നിന്നുകൊണ്ടാണോ, സ്വർഗത്തിലേക്ക് കണ്ണുയർത്തിക്കൊണ്ടാണോ ഞാൻ ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ എടുക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അവിടെ 24-ാം വാക്യത്തിൽ കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്.
രണ്ട് യജമാനന്മാരെ സേവിക്കാൻ രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും. അപരനെ സ്നേഹിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും. അപരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. നിങ്ങൾക്ക് സാധിക്കുകയില്ല. കർത്താവ് വളരെ ക്ലിയർ ആയി പറഞ്ഞു തരികയാണ്, കർത്താവിനെ സേവിക്കുമ്പോൾ അതിൽ യാതൊരു കോംപ്രമൈസും ഉണ്ടാവത്തില്ല എന്ന്. കോംപ്രമൈസുകൾ വന്നാൽ രണ്ട് യജമാനന്മാരെ സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലെന്നാ കർത്താവ് പറയുന്നേ. കോംപ്രമൈസ് അവിടെ വന്നാൽ നമ്മുടെ യജമാനൻ മാറി, പിന്നെ അവിടെ കർത്താവല്ല നമ്മുടെ യജമാനൻ. അത് പരിശുദ്ധ ബൈബിളിൽ കർത്താവ് തന്നെ കൃത്യമായി പറയുന്ന കാര്യമാണ്. അവിടെ കോംപ്രമൈസ് ഉണ്ടാവുകയില്ല. രണ്ട് യജമാനന്മാരെ ഒരുമിച്ച് സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. നമ്മൾ അവിടെ കോംപ്രമൈസിന് ഓപ്റ്റ് ചെയ്തെങ്കിൽ നമ്മുടെ യജമാനൻ മാറി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതേ കാര്യം തന്നെയാണ് മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അവിടെ 30-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത്, എന്നോട് കൂടെയല്ലാത്തവൻ എന്റെ എതിരാളിയാണ്. എന്റെ എതിരാളിയാണ്. എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. കർത്താവ് വളരെ വ്യക്തമായി പറയുകയാണ്, നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ, നമ്മുടെ നിലപാടുകളിൽ കർത്താവിനോട് കൂടെ അല്ലെങ്കിൽ നമ്മൾ കർത്താവിന് എതിരായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. നമ്മുടെ കർത്താവിനെതിരെ ആണോ നമ്മൾ പോകുന്നത്? നമ്മൾ അപകടം തിരിച്ചറിയത്തില്ല. നമ്മൾ വളരെ ശ്രദ്ധയോടെ, വിവേകത്തോടെ, സൂസനയെ പോലെ വിവേകത്തോടെ, ദൈവവിചാരത്തോടെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ജീവിച്ചാൽ മാത്രമേ ഇതെല്ലാം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. കർത്താവിനെതിരെ നീങ്ങുന്ന ആ ഒരു വലിയ അപകടത്തിൽ നിന്നും കർത്താവ് തന്നെ നമ്മളെ രക്ഷിക്കട്ടെ. സ്വയം നമ്മൾ തിരിച്ചറിയുക, നമ്മൾ നമ്മളെ തന്നെ വിശകലനം ചെയ്യുക. ഞാൻ ഏത് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്? എന്റെ നിലപാടുകൾ എവിടെയാണ് നിൽക്കുന്നത്? കോംപ്രമൈസ് ചെയ്ത് എന്റെ യജമാനനെ ഞാൻ മാറ്റിയിട്ടുണ്ടോ? സ്വയം ചിന്തിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന വിധം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ നമുക്ക് വരുത്താം. ദൈവവിചാരത്തോടെ, കോംപ്രമൈസ് ഇല്ലാതെ നമ്മുടെ യജമാനനായ കർത്താവിനെ സേവിക്കാൻ നമുക്ക് ഒരുക്കമുള്ളവരായിരിക്കാം. ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു കൃപ ലഭിക്കാൻ നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമുക്ക് ഒരുമിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് ആ ഒരു സഹായത്തിനായി പ്രാർത്ഥിക്കാം. നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവ് നൽകുന്ന ആഹ്വാനങ്ങൾ ഏറ്റെടുത്ത് ജീവിക്കാനുള്ള ഒരു ഉറപ്പോടെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സൂസനെ പോലെ അങ്ങിലാണ് ഞങ്ങളുടെ ആശ്രയം എന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. അങ്ങയെ സേവിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ ബലപ്പെടുത്തണമേ ഈശോയെ, ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. കർത്താവിലെന്നും എന്റെ ആശ്രയം, കർത്തൃസേവയൊന്നാണ് ജീവിതം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തും യേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഈശോയെ, ഞങ്ങൾ ഏറ്റു പറയുകയാണ്, അങ്ങിലാണ് ഞങ്ങളുടെ ആശ്രയം, അങ്ങയെ സേവിക്കലാണ്, അത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. കർത്താവേ, അങ്ങയുടെ ഒപ്പമായിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. തൻ സ്വന്ത ജീവൻ തന്ന രക്ഷകൻ തള്ളുകയില്ലേതു ദുഃഖനാളിലും. ആമേൻ. തൻ തിരു കൈകളാൽ താങ്ങി നടത്തിടും. തൻ സ്നേഹം ചൊൽവാൻ പോര വാക്കുകൾ. ഹല്ലേലൂയ. തൻ സ്വന്ത ജീവൻ തന്ന രക്ഷകൻ തള്ളുകയില്ലേതു ദുഃഖനാളിലും. തൻ തിരു കൈകളാൽ താങ്ങി നടത്തിടും. തൻ സ്നേഹം ചൊൽവാൻ പോര വാക്കുകൾ. ഹല്ലേലൂയ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തും യേശുവേ.
ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഹല്ലേലൂയ പാടും ഞാൻ. ഹല്ലേലൂയ പാടും ഞാൻ. ഈശോയെ നന്ദി. കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, ഈശോയെ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് സൂസന്നയുടെ ജീവിതത്തിലൂടെ തന്നെ ആ യാത്ര നമുക്ക് തുടരാം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ കർത്താവ് എല്ലാവരെയും കൃപയിൽ കാത്തു സൂക്ഷിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ ആ ഒരു വേലയിൽ, കർത്താവിന്റെ രാജവിസ്തൃതിയിൽ പങ്കാളികളാകാം. ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652. Empowering women in Christ.